നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ ഇഡി സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഇഡി സമൻസിലെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകണമെന്നാണ് ഇഡി ശശിധരൻ കർത്തയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ പിണറായിയും മകളും ശശിധരൻ കർത്തയുടെ കാലനാകുന്ന അവസ്ഥയാണ്. വീണ ശശിധരൻ കർത്തയ്ക്ക് കാളകൂട വിഷത്തിന് സമമായി. പിണറായി ആകട്ടെ കാലനും. വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന പേരിലും 1/2 കോടിയോളം രൂപ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് ഇഡിയും കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡി കണക്ക് കൂട്ടുന്നത്. CMRLന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമൊന്നുമല്ല. എന്തായാലും കരിമണൽ കർത്തയുടെ സമയം ശരിയല്ല എന്ന് വ്യക്തം. തിങ്കളാഴ്ച ഹാജരാകാതെ ഇരിക്കാനുള്ള അവസാന പിടിവള്ളിയായിരുന്നു ഹൈക്കോടതിയിലെ ഹർജി. അതാണ് എടുത്ത് കോടതി കാട്ടിൽ കളഞ്ഞത്. CMRLന്റെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോടാണ് ആദ്യം ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടത്. എന്നാൽ അവർ ഹാജരായില്ല. തുടർന്നാണ് തിങ്കളാഴ്ച കർത്തയോട് തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ കർത്തയെയും വീണയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും വരികയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരവെയാണ് ഇഡിയുടെ അന്വേഷണവും നടക്കുന്നത്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണം നേരിടുന്നത്. വീണ പറയുന്നത് മറ്റൊരു കഥയുമാണ്. KSIDCക്ക് 13.4% ഓഹരികൾ CMRLലുണ്ട്. എന്നാൽ ഞാനോ കുടുംബാംഗങ്ങളോ KSIDCയുമായി ബന്ധമുള്ളവരല്ല. ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അനൗദ്യോഗിക അംഗമായി പോലും ഞാനോ ബന്ധുക്കളോ ഇല്ല. KSIDC 40 കമ്പനികളിൽ ഓഹരി വാങ്ങിയിട്ടുണ്ട്. അവരുടെ ബിസിനസിന്റെ ഭാഗമാണത്. CMRLൽ കമ്പനി ഓഹരി വാങ്ങുന്നത് 1991-ലാണ്. അന്ന് ഞാനോ കുടുംബാംഗങ്ങളോ സർക്കാരിന്റെ ഭാഗമേയല്ല. KSIDCയുടെ ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ ഇങ്ങനെയാണ് മറുപടിയിൽ വിശദീകരിച്ചത്. തൽപര കക്ഷികൾ തമ്മിലെ ഇടപാടായി ഇതിനെ കാണുന്നത് വസ്തുതാപരമായും നിയമപരമായും തെറ്റാണെന്നും അവർ പറഞ്ഞിരുന്നു. കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച ഫയലിംഗിൽ വന്ന ചെറിയ സാങ്കേതിക പിഴവുകൾ കമ്പനി നിയമത്തെപ്പറ്റി വീണയ്ക്കുള്ള അറിവില്ലായ്മ കാരണം ഉണ്ടായതാണെന്നും അത് മനഃപൂർവ്വമല്ലെന്നും മറുപടിയിൽ പരാമർശമുണ്ട്. കർണാടക ROC സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ എക്സോലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും അഴിമതി നിരോധന നിയമവും ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. തുടരന്വേഷണം EDയെയും CBIയെയും ഏൽപ്പിക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എക്സോലോജിക്കിന് അവർക്ക് അവിഹിതമായി സാമ്പത്തിക സഹായം നൽകിയെന്ന ആരോപണമുള്ള കൊച്ചിയിലെ CMRLനുമെതിരെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതാണ് വീണ കുരുങ്ങാനുള്ള സാഹചര്യം. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം വീണയ്ക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിച്ചു എന്ന അനുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ED ESIR അഥവാ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. നന്ദി.